കൂട്ടുകാർക്കും പ്രസിഡൻസിയുടെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ഫിസിക്സ് ക്ലാസ്സിൽ നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയതെന്ന് എല്ലാ കൂട്ടുകാർക്കും ഓർമ്മയുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഓർമ്മയുണ്ടോ? നമുക്കൊരു 5 മിനിറ്റിനുള്ളിൽ നമുക്ക് അതൊക്കെ പെട്ടെന്ന് റീക്യാപ്പ് ചെയ്യാല്ലേ, ഒന്ന് വേഗം ഓടിച്ചു വിടാം. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് പറഞ്ഞത്? ചാർജുകളുടെ ഒഴുക്കിനെ, നിരന്തരമായിട്ടുള്ള ഒഴുക്കിനെയാണ് നമ്മൾ കറണ്ട് എന്ന് പറയുന്നത്. ഈ കറണ്ടിന്റെ യൂണിറ്റ് നമ്മൾ എന്താ പറഞ്ഞത്? ഓർമ്മയുണ്ടോ? ആംപിയർ എന്നാണ് നമ്മൾ പറഞ്ഞത്. അതേപോലെ തന്നെ പിന്നീട് നമ്മൾ എന്ത് പറഞ്ഞു? പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ പറഞ്ഞു. റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജസ്, അതല്ലെങ്കിൽ നിരന്തരമായിട്ടുള്ള ചാർജുകളുടെ ഒഴുക്കാണ് കറണ്ട് എങ്കിൽ ആ ചാർജുകളുടെ ഒഴുക്കുണ്ടാകുന്നതിനുള്ള കാരണമാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അഥവാ വോൾട്ടേജ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അതിന്റെ യൂണിറ്റ് വോൾട്ട്സ് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർമ്മ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ പ്രതിരോധകം അഥവാ റെസിസ്റ്റേഴ്സിനെ കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള നമ്മുടെ ഓംസ് ലോനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓംസ് ലോ എല്ലാവർക്കും ഓർമ്മ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓർമ്മയില്ലേ? അതായത് ഒരു സർക്യൂട്ടിനുള്ളിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്, വോൾട്ടേജ് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും അതിനുള്ളിലെ കറണ്ടിനോട് നേരനുപാതികമായിരിക്കും. ഓക്കെ, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി കറന്റ് ഫ്ലോയിങ് ഇൻ ദ കണ്ടക്ടർ എന്ന് നമുക്ക് പറയാം. ഓക്കെ, അത് ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ ഓർമ്മയുണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ നമ്മുടെ ഫിസിക്സ് ക്ലാസ്സിലേക്ക് കടന്നു ചെല്ലാം. നമ്മൾ പാഠത്തിനുള്ളിലേക്ക് കടന്നു ചെല്ലുന്നതിന് മുന്നേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ ചെറിയ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാട്ടോ. നമ്മുടെ ചുറ്റുമുള്ള എല്ലാ വലിയ ചെറിയ സാധനങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത് ആറ്റങ്ങൾ എന്ന് പറയുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു സബ് യൂണിറ്റ് വെച്ചിട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ലക്ഷക്കണക്കിന് ആറ്റങ്ങൾ വെച്ചിട്ടാണ് ഓരോ മെറ്റീരിയലും ഉണ്ടാക്കിയിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളെ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? ആയിരക്കണക്കിനോ ലക്ഷക്കണക്കിനോ വരുന്ന ആറ്റങ്ങൾ വെച്ചിട്ടാണ്. ഇതേ ആറ്റങ്ങൾക്കകത്ത് തന്നെ ഒട്ടനവധിയാർന്ന ചാർജുകൾ, നെഗറ്റീവ്ലി ചാർജഡ് ആയിട്ടുള്ള ഇലക്ട്രോണുകൾ, പോസിറ്റീവ്ലി ചാർജഡ് ആയിട്ടുള്ള പ്രോട്ടോണുകൾ, പിന്നെ ചാർജ് ഇല്ലാത്ത ന്യൂട്രോണുകൾ. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു ആറ്റത്തിനെ കുറിച്ച് അറിയാം, ആറ്റത്തിന്റെ സ്ട്രക്ചറിനെ കുറിച്ച് നമുക്കറിയാം ഇല്ലേ? ഒരു ആറ്റത്തിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ആ ന്യൂക്ലിയസിനുള്ളിൽ ഒരു പ്രോട്ടോണും ഒരു ന്യൂട്രോണും, ഒന്നല്ല ഒട്ടനവധിയാർന്ന പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ഉണ്ടാകും. ഇതിന് ചുറ്റും ഒട്ടനവധിയാർന്ന ഇലക്ട്രോണുകൾ ഓർബിറ്റലുകളിൽ റിവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു പ്രോട്ടോണിനെ ഇതിനെ പുറത്തെടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ചലിപ്പിക്കണമെങ്കിൽ നമ്മൾ ഒരുപാട് വർക്ക് ചെയ്യേണ്ടി വരും ഇല്ലേ? പക്ഷെ അതേ സമയം തന്നെ ഒരു ഇലക്ട്രോണിനെയാണ് നമ്മൾ പുറത്തെടുത്ത് ചലിപ്പിക്കുന്നത് എങ്കിലോ ഇത്തിരി കൂടി എളുപ്പമാണ്. കാരണം അത് ഓർബിറ്റലുകളുടെ പുറമെയാണ് ചുറ്റിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കുകയാണെങ്കിൽ, ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെ എളുപ്പത്തിൽ ഇലക്ട്രോണുകളുടെ ഫ്ലോനെ ഉണ്ടാക്കാം. ഇലക്ട്രോണുകൾ എന്ന് പറഞ്ഞാൽ ചാർജ് ആണല്ലോ. ചാർജുകളുടെ ഫ്ലോ കാരണം നമുക്ക് എന്തുണ്ടാക്കാം? കറണ്ട് ഉണ്ടാക്കാം എന്ന് മനസ്സിലായി ഇല്ലേ? ചാർജുകളെ കുറിച്ചിട്ടുള്ള പഠന വിഭാഗങ്ങൾ ഒട്ടനവധിയാണ് നമ്മുടെ ഫിസിക്സിലുള്ളത്. ഓക്കെ, ചാർജുകൾ സ്റ്റാറ്റിക് ആയിട്ടിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അനങ്ങാതിരിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയും. മൂവിങ് ആണെങ്കിൽ അതിനെ കുറിച്ചുള്ള പഠനത്തെ നമ്മൾ കറണ്ട് അല്ലെങ്കിൽ ഇലക്ട്രിക് കറണ്ട് അല്ലെങ്കിൽ ആ പാഠശാഖയായിട്ട് നമ്മൾ മാറ്റിവെക്കുന്നു. അപ്പൊ അങ്ങനെ ഒട്ടനവധിയാർന്ന പഠന വിഭാഗങ്ങൾ ചാർജുകളെ കുറിച്ചിട്ട് ഫിസിക്സിന്റെ ഉള്ളിലുണ്ട്. ഇപ്പോ ചാർജ്, ഇലക്ട്രിക് ചാർജ് കൊടുക്കുന്നത് കണ്ടക്ടറിലൂടെ ആണെങ്കിൽ നമ്മൾ അതിനെ ഇലക്ട്രിക്കൽ കറണ്ട് എന്ന് പറയും. ഇതേപോലെ തന്നെ സെമി കണ്ടക്ടറിലൂടെ ആണെങ്കിൽ അതിനെ ആ പഠന വിഭാഗത്തെ നമ്മൾ ഇലക്ട്രോണിക്സ് എന്ന് പറയും. അപ്പൊ ഇങ്ങനെ കുറെ പഠന വിഭാഗങ്ങളുണ്ട്. നമ്മുടെ SLC ഫിസിക്സിലെ ആദ്യത്തെ 2-3 പാഠങ്ങൾ പറയുന്നത് കണ്ടക്ടറിനോട് ഉള്ളിലൂടെ കടന്നു പോകുന്ന ചാർജുകളുടെ ഫ്ലോനെ കുറിച്ചിട്ടാണ്. പാഠം പറഞ്ഞു തുടങ്ങുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, നമ്മുടെ വീട്ടിലെ കുറെ ഇലക്ട്രിക്കൽ ഉപകരണങ്ങളെ കുറിച്ചാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ ഉപകരണങ്ങളാണ്, ഇലക്ട്രോണിക് ഉപകരണങ്ങളല്ല. ഇപ്പോൾ TVയോ അല്ലെങ്കിൽ VCRോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള കമ്പ്യൂട്ടറെല്ലാം സെമി കണ്ടക്ടറിലൂടെ ഇലക്ട്രിക്കൽ ചാർജ് കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന പഠന വിഭാഗത്തിന്റെ ഭാഗമായിട്ടുള്ള ഉപകരണങ്ങളാണ്, ഡിവൈസസ് ആണ്. പക്ഷെ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെല്ലാം ഉപയോഗിക്കുന്ന ബൾബുകൾ, അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള ഫാനുകൾ എന്നീ ഇലക്ട്രിക്കൽ ഉപകരണങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ പഠനം ആരംഭിക്കുന്നത് അല്ലെ? നമ്മുടെ വീട്ടിലെ ബൾബ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ളിൽ ഇലക്ട്രിക്കൽ ചാർജിനെ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി എടുത്തുകൊണ്ട് എന്താക്കുന്നു? ലൈറ്റ് എനർജി എത്തുന്നത്. ഇലക്ട്രിക്കൽ എനർജി ടു ലൈറ്റ് എനർജി. ഇനി നമ്മൾ ഫാൻ എടുത്തു കഴിഞ്ഞാലോ ഇലക്ട്രിക്കൽ എനർജി ടു മെക്കാനിക്കൽ എനർജി. ഇലക്ട്രിക്കൽ എനർജിനെ മെക്കാനിക്കൽ എനർജി ആക്കും. ഇനിയിപ്പോ സ്റ്റോറേജ് ബാറ്ററികളാണെങ്കിലോ ഇതേ ഇലക്ട്രിക്കൽ എനർജിനെ എടുത്തിട്ട് നമ്മൾ എന്താക്കുന്നു? കെമിക്കൽ എനർജി ആക്കി മാറ്റും. നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളതാണ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറയുന്ന വലിയൊരു തിയറി നമുക്ക് അറിയാവുന്നതല്ലേ. അതിലെന്താ പറയുന്നത്? എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്, ഇറ്റ് കാൻ ബി ഓൺലി ചേഞ്ച് ഫ്രം വൺ ഫോം ടു അനദർ. ഇവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഇലക്ട്രിക്കൽ എനർജിനെ നമ്മൾ മെക്കാനിക്കൽ എനർജി ആക്കുന്നു, ലൈറ്റ് എനർജി ആക്കുന്നു, കെമിക്കൽ എനർജി ആക്കുന്നു. ഓക്കെ, അപ്പോ നമ്മൾ ആദ്യം പറയുന്നത് കുറെ എഫക്റ്റുകളെ കുറിച്ചിട്ടാണ്.
അതായത് നമുക്ക് ആവശ്യമുള്ള തരത്തിൽ എങ്ങനെയാണ് ഇലക്ട്രിക്കൽ എനർജിയിൽ നിന്ന് നമുക്ക് അതിന്റെ എഫക്റ്റുകളെ, ഇലക്ട്രിക്കൽ എനർജി കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന എഫക്റ്റുകളെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്തെല്ലാം ഉപയോഗങ്ങളുണ്ട്, അല്ലെങ്കിൽ അതിന്റെ ആപ്ലിക്കേഷൻ ലെവലിൽ നമുക്ക് എന്തെല്ലാം ചെയ്യാം എന്നുള്ളതാണ് ഈ പാഠത്തിൽ പറയുന്നത്. നമ്മൾ പഠിക്കുന്ന ആദ്യത്തെ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റിംഗ് എഫക്റ്റ് ആണ്. താപം കൊണ്ടുണ്ടാകുന്ന അല്ലെങ്കിൽ താപം ഉണ്ടാകുന്ന എഫക്റ്റ് എന്ന് നമുക്ക് പറയാം. നമ്മളൊരു ഇലക്ട്രിക്കൽ ചാർജിനെ ഒരു കണ്ടക്ടറിലൂടെ കടത്തി വിടുകയാണെങ്കിൽ ചൂടാവുന്ന നമുക്ക് കാണാം അല്ലേ? നമ്മുടെ വീട്ടിലുള്ള ഇലക്ട്രിക്കൽ ഉപകരണങ്ങളെല്ലാം കുറെ നേരം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ തന്നെ നല്ല ചൂടായിരിക്കും നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടില്ല. ഇതേപോലെ തന്നെ നമ്മൾ ഒരു നിക്രോം കമ്പി എടുക്കുന്നുണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള ഒരു എക്സസൈസ് ആണ്. നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഒരു എക്സ്പെരിമെന്റ് കാണാൻ പറ്റും. ഒരു നിക്രോം കമ്പി എടുക്കുന്നുണ്ട്, അതിലൊരു സെല്ലിലേക്ക് ഒരു സെൽ സ്വിച്ച് എഴുതി കണക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും കുറച്ച് നേരം ഇലക്ട്രിക് കറണ്ട് അതിലൂടെ പാസ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും, ഈ നിക്രോം കമ്പി ഭയങ്കരമായിട്ട് ഹീറ്റഡ് ആവും, താപം പുറത്തു വിടാൻ തുടങ്ങും. അവിടെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അല്ലെങ്കിൽ ഒരു ചാർജിനെ ഒരു പോയിന്റിൽ നിന്ന് മറ്റേ പോയിന്റിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് എന്തെന്ന് പറഞ്ഞാൽ വോൾട്ടേജ്. ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഈ സെല്ലിന്റെ ഈ ബാറ്ററിയുടെ വോൾട്ടേജ് മൊത്തം ഇതിനെ യൂസ് ചെയ്യുന്നത് ഹീറ്റഡ് ആവാൻ വേണ്ടി, ഈ നിക്രോം കമ്പി ചൂടാവാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ഇലക്ട്രിക് ചാർജിന്റെ ഹീറ്റിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഹീറ്റിംഗ് എഫക്റ്റ് പഠിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉത്പാദിക്കപ്പെടുന്ന ഹീറ്റ് എഫക്റ്റ് അല്ലെങ്കിൽ എത്രത്തോളം ഹീറ്റ് പ്രൊഡ്യൂസ് ആയി നമ്മൾ എങ്ങനെ കണക്കൂട്ടാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. ഓക്കെ അല്ലേ? ഒരു സർക്യൂട്ടിനുള്ളിലൂടെ അല്ലെങ്കിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു നിക്രോം കമ്പിയുടെ ഉള്ളിലൂടെ നമ്മൾ കുറെ നേരത്തേക്ക് കറണ്ടിനെ കടത്തി വിട്ട് കഴിഞ്ഞാൽ അത് ഹോട്ട് ആവാൻ തുടങ്ങും, റെഡ് ഹോട്ട് അല്ലെ, ചൂടാവാൻ തുടങ്ങും, താപം പുറന്തള്ളാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ അതിനുള്ളിൽ കൂടെ കറണ്ട് ഒഴുകുന്നുണ്ട്. ആ ഒഴുകുന്ന കറണ്ട് എങ്ങനെ കണക്കൂട്ടാമെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്, എല്ലാവർക്കും ഓർമ്മ ഉണ്ടല്ലോ. ആ ഇക്വേഷൻ എന്തായിരുന്നു? I is equal to Q/T എന്ന് പറയുന്ന ഇക്വേഷൻ. ഈ ഇക്വേഷൻ എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവുമെന്ന് വിശ്വസിക്കും. എല്ലാവരും ഇക്വേഷനുകളെല്ലാം കറക്റ്റിൽ എഴുതി എടുത്തുകൊള്ളണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഡെറിവേഷനുകളിലേക്ക് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ഇക്വേഷനുകൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തെറ്റിപ്പോകാതിരിക്കാനാണ്. ഓക്കെ, അപ്പോൾ I is equal to Q/T എന്ന് പറയുന്ന ഇക്വേഷൻ. ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ചാർജ്, ഈ മൂന്ന് ടേമുകളും എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കും. കാരണം എന്താ വെച്ചാൽ I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ടാണ്, Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജാണ്, T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈമാണ്. ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കും. അപ്പൊ ഇതിലെ ചാർജിന്റെ ഇക്വേഷൻ ആക്കിയിട്ട് ഇതിനെങ്ങനെ മാറ്റാം? ഇപ്പോഴുള്ള കറണ്ടിന്റെ ഇക്വേഷനെ നമ്മൾ എങ്ങനെയാണ് ചാർജിന്റെ ഇക്വേഷൻ ആക്കിയിട്ട് മാറ്റുക? നമുക്കറിയാം അല്ലെ, I is equal to Q/T എന്നാണ് നമ്മുടെ ഇക്വേഷൻ. അതിലെ ചാർജിനെ അവിടെ നിർത്തിയിട്ട് താഴെ കിടക്കുന്ന ടൈമിനെ ടീനെ നമ്മൾ അപ്പുറത്തോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് ചാർജിന്റെ ഇക്വേഷൻ കിട്ടും ഇല്ലേ? അപ്പൊ എന്തായിരിക്കും? Q is equal to I into T എന്ന് പറയുന്നത് നമുക്ക് ഇക്വേഷൻ കിട്ടും. വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. ഈ ഇക്വേഷൻ എല്ലാ കൂട്ടുകാരും അവസാനം വരെ ഓർത്തു വെക്കേണ്ടതാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ ഒരു ഭാഗത്തെത്തുമ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ ആവശ്യമുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ആദ്യത്തെ ഡിറൈവ്ഡ് ആയിട്ട് കിട്ടിയിട്ടുള്ള ഇക്വേഷൻ. ഇത് നമ്മൾ എടുത്തു മാറ്റി വയ്ക്കും. ഓക്കെ, സോ I is equal to Q/T എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ Q എന്നുള്ള ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. Q is equal to I into T എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് ഈ സർക്യൂട്ടിനുള്ളിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതായത് ഒരു ചാർജിനെ ഒരു പോയിന്റിൽ നിന്നും മറ്റേ പോയിന്റിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് വോൾട്ടേജ് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോൾ ഈ വോൾട്ടേജിനെ അളക്കാനുള്ള നമ്മുടെ ഇക്വേഷൻ നമുക്ക് ഓർമ്മയുണ്ടല്ലോ, V is equal to W/Q. ഇക്വേഷൻ ഓർമ്മയില്ലാത്തവര് മുന്നത്തെ വീഡിയോ ശ്രദ്ധിച്ചു പോകും. ഓക്കെ, V is equal to W/Q. ഇതിലെ നേരത്തെ നമ്മൾ പറഞ്ഞത് ഓർമ്മയുണ്ടോ? W വർക്ക് ഡൺ ആണ് ഇവിടുത്തെ ഹീറ്റ് ആയി മാറുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ഹീറ്റ് ആണ്. ഇവിടെ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഹീറ്റ് ആണ്. ഹീറ്റിംഗ് എഫക്റ്റ് ആണല്ലോ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് വേണം? ഡബ്ല്യുവിനെ വെച്ചുകൊണ്ട് നമുക്കൊരു ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യാം. W ഈക്വൽ ടു നമ്മൾ നേരത്തെ ഇക്വേഷൻ എന്താ? E is equal to W/Q നെ മാറ്റിക്കൊണ്ട് ഡബ്ല്യുവിന് വേണ്ടിയിട്ടുള്ള പുതിയ ഇക്വേഷൻ ആണ് നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോ ഡബ്ല്യുവിനെ അവിടെ നിർത്തുന്നു, താഴെ കിടക്കുന്ന ക്യൂനെ നമ്മൾ എന്ത് ചെയ്യും? താഴെ കിടക്കുന്ന ക്യൂനെ നമ്മൾ അപ്പുറത്തോട്ട് കൊണ്ടുപോകും. അപ്പൊ എന്തായി? ഇക്വേഷൻ എന്തായി? W ഈക്വൽ ടു V into Q അഥവാ Q into V എന്ന് നമുക്ക് തിരിച്ചു പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ട് ഇക്വേഷനുകൾ കിട്ടിയേ. നേരത്തെ നമ്മൾ പറഞ്ഞു വെച്ച Q ന്റെ ഇക്വേഷൻ Q is equal to I into T എന്ന് പറയുന്ന ഇക്വേഷൻ. രണ്ടാമത്തെ ഇക്വേഷൻ ഇപ്പൊ കിട്ടിയ W ഈക്വൽ ടു Q into V എന്ന് പറയുന്ന ഇക്വേഷൻ. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു, നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ ആയിട്ടുള്ള W ഈക്വൽ ടു Q into V എന്ന് പറയുന്ന ഇക്വേഷനകത്ത് ഈ ക്യൂനെ നമുക്ക് ആദ്യം പറഞ്ഞ ഇക്വേഷനിൽ വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാലോ. അതായത് ആദ്യം പറഞ്ഞ ഇക്വേഷൻ Q is equal to I into T എന്ന് പറയുന്ന ഇക്വേഷൻ അതിനെടുത്തിട്ട് രണ്ടാമത്തെ ഇക്വേഷനുള്ളിൽ ഇട്ട് കഴിഞ്ഞാൽ എന്തുണ്ടാവും നോക്കിയാലോ. സോ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ
W is equal to V into I into T എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ കിട്ടി. ഇവിടുത്തെ W എന്താണ്? നമ്മൾ ചെയ്യുന്ന വർക്ക് ഡൺ ആണ് എന്തായി മാറുന്നത്? ഹീറ്റിംഗ് എഫക്റ്റ് ആയിട്ട് മാറുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് W നെ മാറ്റിയിട്ട് H എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ H is equal to V into I into T അഥവാ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഈക്വൽ ടു VIT എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് എത്തി. വളരെ സിമ്പിൾ ആയിട്ട് തന്നെ. ഓക്കെ, ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച നമ്മുടെ ഓംസ് ലോയിൽ അതേ ഓംസ് ലോനെ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? ഓംസ് ലോ എന്തായിരുന്നു? V is equal to I into R. എങ്ങനെയാണ് നമുക്ക് കിട്ടിയത്? V യും I യും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ അതിനെ ഈക്വൽ ടു ഇടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് അതിനുള്ളിലെ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന R നെ കൊണ്ടുവന്നു. അങ്ങനെയാണ് നമുക്ക് ഏത് ഇക്വേഷൻ കിട്ടിയത്? V is equal to I into R എന്ന് പറയുന്ന ഇക്വേഷൻ. ഇനി നമുക്ക് V is equal to I into R എന്ന് പറയുന്ന ഈ ഇക്വേഷൻ എടുത്തുകൊണ്ട് നമുക്ക് നേരത്തെ കിട്ടിയ നമ്മുടെ H is equal to VIT എന്ന് പറയുന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ V ന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു? V is equal to IR എന്ന് പറയുന്നത് കയറ്റി ഇടുന്നു. അപ്പൊ എന്താവും? H is equal to I into I. ഇപ്പൊ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ കിട്ടിയ I യും മുന്നത്തെ I യും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ I square into R into T എന്ന് പറയുന്ന നമുക്കൊരു പുതിയ ഇക്വേഷൻ കിട്ടിയിരിക്കുന്നു. ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഈക്വൽ ടു I square RT. ഇത് നമുക്ക് എന്താ മനസ്സിലായത്? ഒരു ചാലകത്തിനുള്ളിൽ ഉണ്ടാകുന്ന കറണ്ട് അല്ലെങ്കിൽ കറണ്ട് മൂലം ഉണ്ടാകുന്ന ഹീറ്റ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾവേസ് ഈക്വൽ ടു അല്ലെങ്കിൽ എപ്പോഴും പ്രപ്പോർഷണൽ ആണ്. എന്തിനോട്? അതിൻ്റെ ഉള്ളിൽ ഒഴുകുന്ന വൈദ്യുത പ്രവാഹത്തിന്റെ തീവ്രതയുടെ വർഗത്തിനോട്. സ്ക്വയർ ഓഫ് ദി കറന്റ് ഫ്ലോയിങ് ത്രൂ ദ കണ്ടക്ടർ. ഓക്കെ, രണ്ടാമത്തെ കാര്യം റെസിസ്റ്റൻസിനോട് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്. ഈ സർക്യൂട്ടിനുള്ളിൽ നമ്മൾ സ്ഥാപിച്ചിട്ടുള്ള റിയാക്ടന്റ് അല്ലെങ്കിൽ ഈ സർക്യൂട്ടിനുള്ളിൽ നമ്മൾ സ്ഥാപിച്ചിട്ടുള്ള പ്രതിരോധകത്തിന്റെ പ്രതിരോധത്തിനോട് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്. മൂന്നാമത്തെ കാര്യം എന്താ? ഈ ചാർജ് ഒഴുകുന്ന അല്ലെങ്കിൽ കറണ്ട് ഒഴുകാൻ എടുക്കുന്ന സമയം T എന്ന് പറയുന്നതിനോടും H അതായത് ഇവിടെ ഉണ്ടാകുന്ന ഹീറ്റ് എനർജി എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്. ഓക്കെ, എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എളുപ്പത്തിൽ ഒരു വട്ടം കൂടി പറഞ്ഞ് അവസാനിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കും. ഓക്കെ, നമ്മുടെ ആദ്യത്തെ ഇക്വേഷൻ എന്താണ്? I is equal to Q by T. ഇതിന് നമ്മൾ എന്ത് ചെയ്തു? Qനുള്ള ഇക്വേഷൻ കണ്ടുപിടിച്ചു. എങ്ങനെ? Q is equal to I into T എന്ന് പറയുന്ന ഇക്വേഷൻ ആക്കി നമ്മൾ അതിനെ മാറ്റി എഴുതി. രണ്ടാമത് നമ്മൾ ഏത് ഇക്വേഷൻ എടുത്തു? V is equal to W by Q എന്ന് പറയുന്ന ഇക്വേഷൻ. ഇതിൽ നിന്ന് നമ്മൾ എങ്ങനെ മാറ്റി എഴുതി? W equal to Q into V എന്ന് പറയുന്ന ഇക്വേഷൻ ആക്കി നമ്മൾ മാറ്റി എഴുതി. ഓക്കെ, ഈ രണ്ട് ഇക്വേഷനുകളും കിട്ടി കഴിഞ്ഞാൽ ഒന്നാമത്തെ ഇക്വേഷൻ രണ്ടാമത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? W is equal to V into I into T എന്ന് പറയുന്ന ഇക്വേഷൻ കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ ഓംസ് ലോ പ്രകാരമുള്ള V is equal to IR എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? H is equal to അല്ലെങ്കിൽ W equal to അഥവാ വർഗ്ഗം തന്നെയാണ് θ ആയി മാറുന്നത്. H is equal to I square into RT. ഓക്കെ, ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഇനിയും കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമുക്ക് സീരീസ് കണക്ഷനും അതുപോലെ തന്നെ പാരലൽ കണക്ഷൻ റെസിസ്റ്ററുകളുടെ അടുത്ത ക്ലാസ്സിൽ പഠിക്കാനുണ്ട്. അപ്പോൾ അതുവരെ കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്നായി പഠിക്കാൻ പറ്റട്ടെ എന്ന് വിശ്വസിക്കുന്നു. ബൈ.